ശ്രീ എം ജെ സെബാസ്റ്റ്യൻ. സാർ, ബഹുമാനപ്പെട്ട വനം വകുപ്പ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എരുമേലി പഞ്ചായത്തിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി പ്രദേശങ്ങൾ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ ഭൂപതിപ്പ് ചട്ടപ്രകാരം പട്ടയം നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന ഉത്തരവ് പ്രകാരം കണ്ടീഷണലായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളതാണ്. സെൻസിറ്റീവ് സോണാക്കി നിലനിർത്തുമ്പോൾ അവിടെയുള്ള പട്ടയമുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശം കണ്ടീഷണൽ ബെയിൽ പോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ പട്ടയപ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ നടപടികൾ. തീർച്ചയായും പൂർണ്ണമായും ആ പട്ടയപ്രദേശത്തുള്ള ആളുകൾക്ക് പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ഒഴിവാക്കുന്നതിനോടൊപ്പം സാധാരണ പട്ടയങ്ങളിൽ ലഭിക്കുന്ന എല്ലാ അധികാര അവകാശങ്ങളും നടപ്പാക്കാനുള്ള, ജീവിക്കാനുള്ള അവകാശം അവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. വന്യജീവി വകുപ്പ് മന്ത്രി. സാർ, പെരിയാർ ടൈഗർ റിസർവ് നോട്ടിഫൈ ചെയ്തത് 1982 സാർ. 2007 അന്നത്തെ ഗവൺമെൻറ് അവിടെ ഒരു ഭേദഗതി വരുത്തുകയും അതിൽ പെരിഫറൽ ആൻഡ് കണ്ടിജൻ്റ് ഏരിയ ടു ദ കോർ ഓഫ് PTR എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 44.8 സ്ക്വയർ കിലോമീറ്റർ അങ്ങ് ആഡ് ചെയ്യാറുണ്ട് സാർ. അതാണ് ഈ ജനവാസ കേന്ദ്രമായിട്ടുള്ളത്. അന്ന് 2007 ആഡ് ചെയ്തതാണ്. അന്ന് മുതൽ ഇത് പരിഹരിക്കാനുള്ള പരിശ്രമം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് അതിനൊരു അവിടുന്ന് കമ്മിറ്റിയെ വെപ്പിച്ചു. കമ്മിറ്റി വന്ന് പരിശോധിച്ചു. കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ അതിന് തിരിച്ചു കൊടുക്കാവുന്ന, ഈ മേഖലയിലേക്ക് എരുമേലിയിൽ നിന്നുള്ള പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾക്ക് പകരമായി തിരിച്ചു കൊടുക്കാവുന്ന വനപ്രദേശം തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ചില വ്യവസ്ഥകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അധികാര പരിധിയിലുള്ളതാണ്. ആ വ്യവസ്ഥകളെക്കുറിച്ച് ഇന്നലെ അതിനൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു. വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളെല്ലാം ചേർന്നൊരു കമ്മിറ്റി രൂപീകരിച്ചു. ഇന്നലെ ആ കമ്മിറ്റിയുടെ ചർച്ച നടന്നു. എന്താണേലും വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ പോയി ഒന്നുകൂടെ ഇത് സാധാരണഗതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ആവശ്യം ഒന്നുകൂടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ കമ്മിറ്റി വളരെ പോസിറ്റീവായിട്ടാണ് കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചത്. അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു പരിഹാരം, ബഹുമാനപ്പെട്ട മെമ്പറെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഒരു പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് പരിശ്രമിക്കുന്നു. താങ്ക് യു.